ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ട്രേഡ്സ്മാൻ്റെ ഇലക്ട്രിക്കൽ അല്ലേ, നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ സീരീസാണ്. അതിൻ്റെ 12ാമത്തെ പാർട്ട് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ്, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 മുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതിൻ്റെ പാർട്ട് 1 വീഡിയോ മുതൽ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിൽ ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടു തുടങ്ങാം. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 പാർട്ട് 4 പാർട്ട് 5 എന്നുള്ള വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പരമാവധി എറർ ഫ്രീ ആയിട്ട് യാതൊരുവിധ തെറ്റുകളും ഉണ്ടാവാത്ത രീതിയിൽ മെറ്റീരിയൽസൊക്കെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം റെഫർ ചെയ്തിട്ട് നന്നായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ ടൈം എടുത്ത് തന്നെ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, ചെറിയ രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അത്രയും കുറച്ചൊരു എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്താലോ ഇന്നത്തെ പാർട്ട് 12 വീഡിയോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പാർട്ട് 12 ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് മൊഡ്യൂൾ 8 ആണ്. നമ്മൾ ഇതുവരെ മൊഡ്യൂൾ 7 വരെയുള്ള മൊഡ്യൂൾ 1 മുതൽ 7 വരെയുള്ള മൊഡ്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 75 ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ 5 ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ പാർട്ടാണെന്ന് അറിയാമോ? യെസ്, സെമി കണ്ടക്ടേഴ്സ്, പി ടൈപ്പ്, എൻ ടൈപ്പ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് കീ ഡയോഡ് നമുക്കങ്ങനെ ITIയുടെ സിലബസിൽ പഠിക്കാനില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. അതിനെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. നമുക്ക് പറയാം, നിമി ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും പഠിക്കുക. ഒരു 80% ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യുകയല്ലേ, മറ്റ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ കേരള PSCയുടെ സിലബസിൻ്റെ ഏറ്റവും താഴെ പറയാറുണ്ട്, സിലബസ് ഇതാണെങ്കിൽ കൂടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു ടഫ്നെസ് അനുസരിച്ച് നമുക്ക് മറ്റ് ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചോദ്യങ്ങൾ വരാമെന്ന് ഒരു ഡിസ്ക്ലൈമർ അവർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിമി ടെക്സ്റ്റ് ബുക്ക് വളരെ തറയായിട്ട് തന്നെ പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ബാങ്കുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതർ സ്റ്റേറ്റ് PSCകളുടെയും അതേപോലെ മറ്റ് കേരള PSC ക്വസ്റ്റ്യൻസ് നമുക്ക് നിർബന്ധമായിട്ടും നോക്കേണ്ടി വരും കേട്ടോ. യെസ്, തുടങ്ങിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡോപ്പിംഗ് സിലിക്കൺ വിത്ത് ആഴ്സനിക്? ക്വസ്റ്റ്യൻ ഇതാണ്. സിലിക്കൺ അല്ലേ, സിലിക്കൺ, ജർമേനിയം. സിലിക്കണും ജർമേനിയും ഒക്കെ എന്താണ്, സെമി കണ്ടക്ടേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സിലിക്കണിൻ്റെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മാഗ്നി, അലുമിനി, സിലിക്ക. അപ്പോൾ സിലിക്കണിൻ്റെത് വാല്യൂ എത്രയാണ്? 14 ആണ് കേട്ടോ. 14 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ജർമേനിയം 32 ആണ്. അതൊന്ന് അറിഞ്ഞു വെക്കുക. നമ്മൾ എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പം എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട് 32 എന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ 32 വന്നാൽ മാത്രമേ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരികയുള്ളൂ. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണെങ്കിൽ അതിങ്ങനെ വരിക, K2 8 4. അപ്പം K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, അങ്ങനെയാണ് ഷെല്ലുകൾ വരിക കേട്ടോ. അത് നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ സബ് ഷെല്ലുകളും ഉണ്ടാവും. SPD ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, SPDF എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല, ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ജർമേനിയത്തിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 8, ഇപ്പോൾ 10 അല്ലേ. അടുത്തതിൽ 18, 38, 28, 4, 32. നിങ്ങളുണ്ടോ, ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. 4 ഇലക്ട്രോൺസിനേക്കാൾ കുറവാണെങ്കിൽ അത് എന്തായിരിക്കും? കണ്ടക്ടേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ഇലക്ട്രോൺസിനേക്കാൾ കൂടുതലാണെങ്കിൽ അത്
ഇൻസുലേറ്റേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 4 എണ്ണമാണെങ്കിലോ അത് സെമി കണ്ടക്ടേഴ്സ്. സോ സിലിക്കണും ജെർമേനിയും എന്താണ്, സെമി കണ്ടക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ എന്താ ഇവിടെ, ഞാൻ ആഴ്സനിക് വെച്ചിട്ട് ഡോപ്പ് ചെയ്യുകയാണ്. ഡോപ്പിംഗ് എന്താണ്? യെസ്, ഇപ്പോൾ നമുക്ക് പറയാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ, ഇൻട്രിൻസിക് എന്ന് പറയുന്നത് പ്യുവർ ആണ്, നമ്മളതിൽ ഡോപ്പൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ വേറെ മെറ്റീരിയൽസ് ഒന്നും നമ്മളതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇമ്പ്യൂരിറ്റിക്ക് പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയാം. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ആ ഡോപ്പൻറ്റ്, ആ ഇമ്പ്യൂരിറ്റിക്ക് പറയുന്ന പേരാണ് ഡോപ്പൻറ്റ്. ഓക്കെ, ഓർത്ത് വെക്കുക. മെയിനായിട്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. എന്താണ് എൻ ടൈപ്പ്, എന്താണ് പി ടൈപ്പ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എ സെമി കണ്ടക്ടർ വിത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് എൻ ടൈപ്പ് കേട്ടോ. നമ്മൾ സാധാരണ എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് അറിയില്ലേ, അപ്പോൾ മനസ്സിലാക്കുക എൻ ടൈപ്പിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ആണ് കൂടുതൽ. ഇതായത് നമ്മൾ പി എച്ച് വാല്യൂ എന്ന് പറയാറില്ല, പി എച്ച് വാല്യൂ അല്ലേ. സോ പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ അകത്ത് ഹോൾസ് ആണ് കൂടുതൽ. ഹോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ പറയുന്ന പേരാണ് കേട്ടോ. ഹോൾസ് നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ. സോ ഈ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറക്കില്ല. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്? എ സെമി കണ്ടക്ടർ വിത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺ, അതാണ് എൻ ടൈപ്പ്. ഇനി എങ്ങനെയാണ് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സിലിക്കണിൻ്റെയോ ജെർമേനിയത്തിൻ്റെയോ കൂടെ ഇലക്ട്രോൺസ് കൂടുതലുള്ള ഒരു ഡോപ്പൻറ്റുമായിട്ട് ആഡ് ചെയ്യുക, ഒരു ഡോപ്പൻറ്റ് ആഡ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ആഴ്സനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ്. ഓക്കെ, അപ്പോൾ ഇവരുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ എഴുതി കഴിഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രോക്സൈൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മാഗ്നി, അലുമിനിയം, സിലിക്ക, ഫോസ്ഫർ, സൾഫർ. ഓക്കെ, ഫോസ്ഫറസ് എത്ര? 15 ആണ്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 2, 8, 5. നിങ്ങൾ നോക്കിയേ, 1 കൂടുതലാണല്ലേ, ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. ഇലക്ട്രോണ് 4നേക്കാൾ കൂടുതലല്ലേ അല്ലേ. 4+1 ആണ് ഇവിടെയുള്ളത്. സോ നമ്മൾ ഈ ഫോസ്ഫറസ് സിലിക്കണിൻ്റെ ആറ്റത്തിൽ ഫോസ്ഫറസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യെസ്, അടുത്തുള്ള 4 സിലിക്കണുമായിട്ട് ഈ പറയുന്ന ഓരോ ഇലക്ട്രോണുകൾ കോവലൻ ബോണ്ടിൽ ഏർപ്പെടും കേട്ടോ. ഇവരിങ്ങനെ എന്ത് ചെയ്തു? ബോണ്ട് ചെയ്തു. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? വേറൊരു സിലിക്കൺ കൊടുത്തു. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? വേറെ സിലിക്കൺ കൊടുത്തു. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? വേറെ സിലിക്കൺ കൊടുത്തു. അപ്പം ആഴ്സനിക്കിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ബാക്കിയുണ്ടല്ലേ. നിങ്ങൾ നോക്കിയേ, ഒരു ഇലക്ട്രോണിന് പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതിന് നമ്മൾ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയും. ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ എന്താ ചെയ്യുക? ഒന്നും ചെയ്യില്ല, അത് ബോണ്ടിങ്ങിൽ ഏർപ്പെടില്ല. ആ ഒരു ഫ്രീ ഇലക്ട്രോൺ അവിടെ ഫോം ചെയ്യപ്പെടും. അപ്പം ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയാം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുക. സോ ഈച്ച് ഓഫ് ദീസ് ആറ്റംസ് ഹാവ് 5 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ ഓർബിറ്റ്. ഓക്കെ, അതായത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറുമായിട്ട് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിലിക്കണുമായിട്ടോ ജെർമേനിയമായിട്ടോ ഡോപ്പ് ചെയ്യപ്പെടുന്ന ആ ഒരു മെറ്റീരിയലിന് സാധാരണയായിട്ട് 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവുന്നുള്ള കാര്യം ഓർമ്മിക്കുക. സോ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക? ഡോപ്പ് ചെയ്യാനായിട്ട് ആഴ്സനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ് പോലെയുള്ള മൂലകങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവയുടെ പ്രത്യേകത എന്താണ്? അവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പം പി ടൈപ്പ് ആണെങ്കിലോ വളരെ സിമ്പിളാണ്. ഔട്ടർ മോസ്റ്റ് സെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള മൂലകങ്ങളുമായിട്ട് നമ്മൾ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, അവിടെ നിങ്ങൾ നോക്കിയേ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഗാലിയമാണ്. നോക്കിയാലോ, ബോറോണ്, ഗാലിയം, അലൂമിനിയം ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇവയുടെ പ്രത്യേകത എന്താ? ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഉള്ളത്. ടു ഒബ്റ്റെയിൻ മോർ ഹോൾസ് എ പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ ഈസ് ഡോപ്ഡ് വിത്ത് elements such as aluminum, boron, gallium. The atoms of each of these elements have 3 electrons only in their outer orbit. കേട്ടോ, 3 എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. Adding gallium to pure silicon crystal allow the atoms of the 2 elements to share 7 electrons. നിങ്ങൾ നോക്കിയേ, ഗാലിയത്തിന് 3 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് എന്ത് ചെയ്തു? ഒരു സിലിക്കൺ കൊടുത്തു, ഒന്ന് വേറെ സിലിക്കൺ കൊടുത്തു, പിന്നെ ഒന്ന് ഈ സിലിക്കൺ കൊടുത്തു. ഇനി ഈ ഒരു സിലിക്കണുമായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാലിയത്തിന് വേറെ ഇലക്ട്രോൺ ഇല്ല. സോ അവിടെ ഒരു ഇലക്ട്രോൺ ഇല്ലായ്മയല്ലേ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് മീൻസ് അതൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അതായത് അവിടെ ഒരു ഇലക്ട്രോണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ന്യൂട്രൽ ആവും അല്ലേ, അത് ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റമാവും.
അപ്പോൾ ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യപ്പെടുകയാണ്, അവിടെ ഒരു ഹോള് ഫോം ചെയ്യപ്പെടുകയാണ്, അതായത് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കുക, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വീതമുള്ള ഗാലിയം, ബോറോൺ, അലൂമിനിയം തുടങ്ങിയ മൂലകങ്ങളുമായിട്ട് നമ്മൾ ഡോപ്പ് ചെയ്താൽ മതി. ഓക്കെ, hole is created in the place of 8th electron. Now the number of holes exceeds the number of free electrons. P type. The holes in P type are the majority carriers and free electrons are the minority carriers. ഇനി എന്താണ് മെജോറിറ്റി കാരിയേഴ്സ്, എന്താണ് മൈനോറിറ്റി കാരിയേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ അകത്ത് ഹോളല്ലേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഒരു ഗാലിയം ആറ്റം നമ്മൾ വിടുന്ന സമയത്ത് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. സോ ഒരു വലിയ ഒരു മൂലകം എടുക്കുകയാണെങ്കിൽ, ഒരു മൂലകത്തിൻ്റെ കുറേ പോർഷൻസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ അധികം ഗാലിയം വന്ന് ഇങ്ങനെ ഡോപ്പ് ചെയ്യപ്പെടുന്നുണ്ടാവില്ലേ. സോ ഇഷ്ടംപോലെ ഹോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ. സോ ഒരു പി ടൈപ്പിൻ്റെ അകത്ത് ഹോൾസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ ഡോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി. ഓക്കെ, മെജോറിറ്റി അതെന്താണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇലക്ട്രോൺസിനേക്കാളും കൂടുതലായിട്ട് അവിടെ ഹോൾസ് ഉണ്ടാവും. ഓക്കെ, സോ പി ടൈപ്പിൽ മെജോറിറ്റി ഹോൾസ് ആണ്. എൻ ടൈപ്പിലോ, എൻ ടൈപ്പിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നില്ലേ. സോ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി, ഹോൾസ് ആണ് മൈനോറിറ്റി. പി ടൈപ്പിൽ ഹോൾസ് ആണ് മെജോറിറ്റി, ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ഡിപ്ലോമ ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ, വേറെ പറയണ്ടോ? യെസ്, നെക്സ്റ്റ് പോവാം. ദി കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ് വിത്ത് പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി? ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ കുറച്ചൊരു കൺഫ്യൂസിങ് ആണോ തോന്നുന്നുണ്ടോ? ഓക്കെ, വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നോക്കാം. കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ് വിത്ത് പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. കറക്റ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ വേണ്ടി പറ്റും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. അതിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നൊക്കെ പറയാം. ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി? ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി? അതൊരു ഡോണർ ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഡോണർ ഇമ്പ്യൂരിറ്റി, എന്താണ് ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി നോക്കാം. ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡോണർ ഇമ്പ്യൂരിറ്റി പറയുമ്പോൾ ഇലക്ട്രോൺസ് എന്താ പറയുക, ഡോണറാണ്, ഇലക്ട്രോൺ ഡോണറാണ്. ദെൻ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണെങ്കിലോ, ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. സോ ഇലക്ട്രോൺ ഡോണർ ആവണമെങ്കിൽ, ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടാവണം, അതിൻ്റെ കൂടെ ഒരു ഫ്രീ ഇലക്ട്രോൺ കൂടി ഉണ്ടാവണം അല്ലേ. എന്നാൽ മാത്രമേ ഇലക്ട്രോൺ ഡോണർ ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവണം? 5 ഇലക്ട്രോൺസ് ഉണ്ടാവണം. ആക്സെപ്റ്റർ ആണെങ്കിലോ, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിലോ അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് ഉണ്ടാവണം അല്ലേ, അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലല്ലേ അതിന് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഒരു ഇലക്ട്രോൺ കുറവ് മീൻസ് 3 ഇലക്ട്രോൺസ് ആയിരിക്കണം. സോ മനസ്സിലാക്കുക, അതൊരു ഡോണർ ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ അതിനൊരു ഇലക്ട്രോൺ ഗിവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു ഫ്രീ ഇലക്ട്രോൺ അതിനകത്ത് ഉണ്ടാവണം, ഒരു ഫ്രീ ഇലക്ട്രോൺ അവിടെ ഉണ്ടാവണം. സോ നമ്മൾ സാധാരണ കോവലന്റ് ബോണ്ടിൽ എന്ത് ചെയ്യും? യെസ്, 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇങ്ങനെ തമ്മിൽ ഷെയർ ചെയ്യും. ദെൻ ഡോണർ ആയതുകൊണ്ട് ഒരു ഫ്രീ ഇലക്ട്രോൺ കൂടി അവിടെ ഉണ്ടാവണമെന്ന് മനസ്സിലാക്കുക കേട്ടോ. യെസ്, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. അതൊക്കെ അതിൻ്റെ ഒരു നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലമെൻറ്റ്സ് ഹൂസ് ആറ്റംസ് ഹാവ് 5 വാലൻസ് ഇലക്ട്രോൺസ് ആർ കോൾഡ് പെൻറ്റാവാലന്റ്. 5 എണ്ണം ഉണ്ടെങ്കിൽ പെൻറ്റാവാലന്റ്. പെൻറ്റ എന്ന് പറഞ്ഞാൽ 5 ആണ് കേട്ടോ, 5. ദെൻ 3 എണ്ണാണെങ്കിലോ ട്രൈവാലന്റ് എന്ന് പറയും. അതോടെ കൊടുത്തിട്ടുണ്ടോ? 3 ഇലക്ട്രോൺസ് ആണെങ്കിൽ ട്രൈവാലന്റ് എന്ന് പറയും. വാലൻസി 3 ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. വാലൻസി പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസുകളുടെ എണ്ണം. ഓക്കെ, എക്സാമ്പിൾ എന്താ? ആഴ്സനിക്, ഓക്കെ, ഫോസ്ഫറസ്, ആൻറ്റിമണി. ഈ SB ആൻറ്റിമണി ആണെന്ന് മനസ്സിലാക്കണം. ചിലപ്പം ചില ഓപ്ഷൻസിൽ ഇങ്ങനെയൊക്കെ തരുള്ളൂ, ഇത് ആൻറ്റിമണിയാണ്. യെസ്, ദീസ് ഇമ്പ്യൂരിറ്റീസ് ആർ ഓൾസോ കോൾഡ് ഡോണർ ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, സോ ഡോണർ എന്ന് പറയുമ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റണം, അതായത് ഒരു ഇലക്ട്രോൺ അധികം ഉണ്ടാവണം. ബിക്കോസ് ദേ ഡൊണേറ്റ് ആൻ എക്സ്ട്രാ ഫ്രീ ഇലക്ട്രോൺ.
ദി സെമി കണ്ടക്ടർ മെറ്റീരിയൽ വിത്ത് മെജോറിറ്റി കാരിയേഴ്സ് ആസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. സെമി കണ്ടക്ടർ മെറ്റീരിയൽ വിത്ത് മെജോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺ. ഓക്കെ, ഇപ്പോൾ ചോദിക്കുന്നു നിങ്ങൾക്ക് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പാണ്? ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇ ആണല്ലേ, ഈ എൻ ഇ എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സോ അത് എൻ ടൈപ്പ് ആയിരിക്കും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇത് വേറൊരു സ്ഥാനത്ത് നിന്ന് ഞാൻ എടുത്ത എക്സ്പ്ലനേഷനാണ്, അതുകൊണ്ട് അവിടെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സ്പ്ലനേഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് പോവാം. In the following special purpose diode which is formed by metal and a semiconductor, Schottky, varactor, tunnel, Zener. ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് ജസ്റ്റ് പി എൻ ജംഗ്ഷൻ ഡയോഡും അതേപോലെ എന്താ പറയുക ബാക്കി റെക്ടിഫയർ അതിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. പക്ഷേ ഇത് നിങ്ങളുടെ കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റനുമാണ്. അതിൻ്റെ ആൻസർ ഷോർട്ട്കീ ഡയോഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ടണൽ ഡയോഡും വാരക്ടറും സെനറൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഇല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തോളൂ, അതിൻ്റെ നോട്ട്സ് എഴുതിക്കോളൂ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ നോട്ട്സ് ഉണ്ടാവും, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കോളൂ. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്തയുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇതിനെക്കുറിച്ചൊന്ന് ഡയറക്റ്റ് ഒന്ന് എഴുതി നോക്കുക. സെനർ ഡയോഡ് പറയുന്നൊരു വോൾട്ടേജ് റെഗുലേറ്ററാണ്. അതിൻ്റെ വോൾട്ടേജ് കട്ടിൻ വോൾട്ടേജ് എത്രയായിരിക്കും, അതേപോലെ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്നതാണ് സെനർ ഡയോഡ്. ദെൻ ഷോർട്ട്കീ ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലീഷൻ ലെയർ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഡയോഡാണ് ഷോർട്ട്കീ ഡയോഡ്. ഡിപ്ലീഷൻ ലെയർ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, ഒരു കട്ടിൻ വോൾട്ടേജ് ഉണ്ടാവില്ല. കട്ടിൻ വോൾട്ടേജ് വളരെ നെഗ്ലിജിബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് സ്വിച്ചിങ് ആയിരിക്കും, ഫാസ്റ്റ് റിക്കവറി ടൈം ആയിരിക്കും. സോ ഫാസ്റ്റ് സ്വിച്ചിങ് ഉള്ള ടൈപ്പ് ഓഫ് ഡയോഡാണ് നമ്മുടെ ഷോർട്ട്കീ ഡയോഡ് പറയുന്നത്. അവിടെ മെറ്റലും സെമി കണ്ടക്ടറും, ഓക്കെ, വിച്ച് ഈസ് ഫോംഡ് ബൈ മെറ്റൽ ആൻഡ് എ സെമി കണ്ടക്ടർ. അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ ഡയോഡ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ പി എൻ ജംഗ്ഷൻ. അവിടെ ഒരു നോർമൽ കേസിലുള്ള ഒരു പി എൻ ജംഗ്ഷൻ അവിടെ ഇല്ല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡോപ്ഡ് സെമി കണ്ടക്ടർ ആൻഡ് എ മെറ്റൽ. ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ഇല്ല എന്നുള്ളത് ഒരു പോയിന്റാണ്. മെജോറിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു മൈനോറിറ്റി ഇല്ല. ഓക്കെ, ഷോർട്ട്കീ ഡയോഡ് സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ഇറ്റ്സ് ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ്. It does not allow the diode to reach saturation. This makes Schottky diode useful for high frequencies and digital application. Schottky diode is also known as Schottky barrier diode, surface barrier diode, majority carrier hot electron. Okay, majority carrier device. Okay, അവിടെ മൈനോറിറ്റി ഇല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇവിടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു പി എൻ ജംഗ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പോ ഓക്കെ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വിച്ചിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഫാസ്റ്റ് റിക്കവറി ഡയോഡൊക്കെ ആയിട്ട് നമ്മൾ ഇതിനെ ഷോർട്ട്കീ ഡയോഡിനൊക്കെ പറയാറുണ്ട്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ല, പക്ഷെ ചോദിച്ചേക്കാം. ഓക്കെ, യെസ്, നെക്സ്റ്റ് പോകാം. ദി റിപ്പിൾ ഫാക്ടർ ഓഫ് എ പവർ സപ്ലൈ ഈസ് എ മെഷർ ഓഫ് ഫിൽട്ടർ എഫിഷ്യൻസി, ഡയോഡ് റേറ്റിംഗ്, പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട്, വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷനോ ഡയോഡ് റേറ്റിംഗോ പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട്. പവർ ഔട്ട്പുട്ടിൻ്റെ പ്യൂരിറ്റി അല്ല, ഫിൽട്ടർ എഫിഷ്യൻസിയാണ് കേട്ടോ. ഒരു ഫിൽട്ടർ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്. നമ്മൾ സാധാരണ എവിടെയാണ് ഈ റിപ്പിൾ ഫാക്ടറൊക്കെ പറയാം? യെസ്, നമ്മൾ സാധാരണ റെക്ടിഫയേഴ്സൊക്കെ പറയാം അല്ലേ, റെക്ടിഫയേഴ്സൊക്കെ നമ്മൾ പറയും. ഇപ്പം എ സിനെ ഡി സി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്തു. അപ്പം ഡി സി ആക്കി കഴിഞ്ഞാലും അല്ലേ, നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യും, ഒരു ഫിൽട്ടർ സർക്യൂട്ട് ഉണ്ടാവും അല്ലേ, അതിനകത്ത് ഒരു ഫിൽട്ടർ സർക്യൂട്ട് ഉണ്ടാവും. സോ ഈ ഫിൽട്ടർ സർക്യൂട്ടിൽ കൂടി പാസ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ടിലൊരു ഡി സി കിട്ടുമല്ലോ. ഔട്ട്പുട്ട് നമുക്കൊരു വേവ് ഫോം കിട്ടും അല്ലേ, ഒരു വേവ് ഫോം കിട്ടും. സപ്പോസ് ഇങ്ങനെ ഒരു വേവ് ഫോം ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചേ, ഒരു വേവ് ഫോം കിട്ടിയെന്ന് വെച്ചോ. നമ്മൾ ഡി സി ആണ് നമുക്ക് വേണ്ടത്. ദെൻ ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമുക്ക് സപ്പോസ് ഒരു ഡി സി കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ നമുക്ക് വേണ്ടത് ഡി സി ആണ്, എന്നാൽ അതിൽ ചിലപ്പം എ സി കണ്ടന്റ് ഉണ്ടാവാം അല്ലേ. ഔട്ട്പുട്ടിൽ ഡി സി ആണ് വേണ്ടത്, എന്നാലും ചിലപ്പോൾ അതിനകത്ത് എ സി കണ്ടന്റ് ഉണ്ടാവാം. സോ അതിൽ എത്രത്തോളം എ സി കണ്ടന്റ് ഉണ്ട് അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് നമ്മുടെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആർ എം എസ് അല്ലേ, വോൾട്ടേജ് റിപ്പിളിൻ്റെ ആർ എം എസ് ആണ്. വോൾട്ടേജ് റിപ്പിളിൻ്റെ ആർ എം എസ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഡി സി. ഞാൻ നേരത്തെ എഴുതിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? ഓക്കെ, വോൾട്ടേജ് റിപ്പിളിൻ്റെ വി ആർ എം എസ് ആണ് ഡിവൈഡ് ബൈ വി ഡി സി.
അതായത് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് RMS വാല്യൂ ഫോർ റിപ്പിൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ DC വോൾട്ടേജ് അറ്റ് ദി ഔട്ട്പുട്ട്. കേട്ടോ? യെസ്, RMS വാല്യൂ ഓഫ് റിപ്പിൾ വോൾട്ടേജ് ഡിവൈഡ് ബൈ DC വാല്യൂ ഓഫ് റിപ്പിൾ വോൾട്ടേജ്. സോ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? യെസ്, നമ്മൾ റെക്ടിഫയറിൻ്റെ കുറേ നോട്ട്സും കാര്യമൊക്കെ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. യെസ്. നെക്സ്റ്റ്, ഇൻ എ നോർമൽ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ദി പ്രോപ്പർ ബയാസിങ് ഈസ്. ഓക്കെ, സാധാരണയായിട്ട് നമ്മളൊരു ട്രാൻസിസ്റ്റർ അല്ലെ, ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഒരു ആംപ്ലിഫയറിലൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ ബയാസിങ് കൊടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസിയാണ്. നമ്മൾ സാധാരണയായിട്ട് എമിറ്റർ ബേസ് ജംഗ്ഷൻ നമ്മൾ ഫോർവേഡ് ബയാസ് കൊടുക്കും അല്ലേ. കളക്ടർ ബേസ് ജംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ബയാസിങ് കൊടുക്കും. ഇതാണ് നമ്മൾ സാധാരണ ആംപ്ലിഫയറിലൊക്കെ ചെയ്യാറുള്ളത്. അത് നമ്മൾ ആക്റ്റീവ് റീജിയണിൽ വർക്ക് ചെയ്യിക്കുന്നു എന്ന് പറയും അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ബയാസിങ് എങ്കിൽ നമ്മളതിന് ആക്റ്റീവ് റീജിയൻ എന്നാണ് പറയുക. ഓക്കെ, ആക്റ്റീവ് റീജിയണിൽ വർക്ക് ചെയ്യുന്നത് പറയും. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ, ഇത് ഓപ്ഷൻസ് ഇങ്ങനെ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ ചിലപ്പം ആൻസർ പിക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകരുത്. ആൻസർ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, പക്ഷേ കറപ്പിക്കുന്ന സമയത്ത് തെറ്റാൻ വളരെയധികം സാധ്യതയുണ്ട്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ്. കണ്ടോ, ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് സ്ട്രൈക്ക് ചെയ്ത് പോകും. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് കണ്ടോ, അപ്പോൾ ഈ റിവേഴ്സ് കുത്തി, ഇതും കുത്തി. അപ്പോൾ നമുക്ക് ഇനി നോക്കണ്ട അല്ലേ. കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ്, ഇതും കുത്തി, ഇതും തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരിക. ജസ്റ്റ് അതിൻ്റെ ഫിഗർ നോക്കിക്കോ. ഫോർ പ്രോപ്പർ ഓപ്പറേഷൻ ഓഫ് എ PNP ട്രാൻസിസ്റ്റർ ആസ് ആംപ്ലിഫയർ. കണ്ടോ, ക്വസ്റ്റ്യനിൽ ആംപ്ലിഫയർ എന്നൊന്നും പറയുന്നില്ലല്ലോ അല്ലേ. ഇൻ നോർമൽ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് പ്രോപ്പർ ബയാസിങ് ഈസ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ അത്രയും കംപ്ലീറ്റ് അല്ല, ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ സാധാരണ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഒരു നോർമൽ ബയാസിങ്ങിൽ ഏതായിരിക്കും ആ രീതിയിലൊക്കെ ചോദിച്ചാലും ഈ രീതിയിൽ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്തായിരിക്കണം? ഫോർവേഡ് ബയസ് ആയിരിക്കണം. കളക്ടർ ബേസ് എന്തായിരിക്കണം? റിവേഴ്സ് ബയസ് ആയിരിക്കണം. ഇതുണ്ടോ, എങ്ങനെയാണ് നമുക്ക് ഫോർവേഡ് ബയസ് കൊടുക്കുക? ഒരു PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ, ഓക്കെ, PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി. ഓക്കെ, അതിൻ്റെ എമിറ്ററിൽ P, കളക്ടറിലും P ആണ്. സോ Pയിൽ പോസിറ്റീവ് കൊടുത്താലാണ് അത് ഫോർവേഡ് ബയസ് ആവുക അല്ലേ. നിങ്ങൾ നോക്കിയേ, Pയിൽ പോസിറ്റീവ് കൊടുക്കണം. സോ നിങ്ങൾ നോക്കിയേ, ഇവിടെ പോസിറ്റീവ് കൊടുത്തു. ദെൻ ഇവിടെ N അല്ലേ, ബേസിൽ ഉള്ളത് N ആണ്. അപ്പോൾ Nനെ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ ഇത് ഫോർവേഡ് ബയസായി. ഓക്കെ, ഫോർവേഡ് ബയസായി. ഇനി ഇതല്ലേ കളക്ടർ ബേസ് റിവേഴ്സ് ബയസ് കൊടുക്കണം. അപ്പോൾ ഇത് P ആണ്. Pയിൽ പോസിറ്റീവ് കൊടുത്ത് കഴിഞ്ഞാൽ എന്തായി? അത് ഫോർവേഡ് ബയസ് ആണ്. സോ Pയിൽ നെഗറ്റീവ് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് കൊടുത്തു. ദെൻ Nൽ പോസിറ്റീവ് കൊടുത്തു. കണ്ടോ, Nൽ പോസിറ്റീവ് കൊടുത്തു. സോ ഇതെന്തായി? ഇത് റിവേഴ്സ് ബയസായി. സോ ഈ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എന്ത് ചെയ്യും? ആക്റ്റീവ് റീജിയണിൽ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. ആക്റ്റീവ് റീജിയണിൽ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. നമ്മൾ സാധാരണ ആംപ്ലിഫയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഫോർവേഡ് ബയാസ്, ബേസ് എമിറ്റർ, ദെൻ കളക്ടർ ബേസ്, റിവേഴ്സ് ബയാസ്. ദെൻ ഈ രീതിയിൽ മാത്രമാണോ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുള്ളൂ? അല്ല, നമുക്ക് എന്ത് ചെയ്യാം? എമിറ്റർ ബേസ്, ഇപ്പം എമിറ്റർ ബേസ്, ദെൻ കളക്ടർ ബേസ്, അതിൻ്റെ പേരും കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ. ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയാസിങ് ഞാൻ ഇവിടെ കൊടുക്കാം, നമുക്ക് ആവശ്യമാണെങ്കിൽ എഴുതിക്കോളൂ. എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസ്, കളക്ടർ ബേസ് റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് പറയുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. ഓക്കെ, ആക്റ്റീവ് റീജിയണിൽ നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറയും. അത് എവിടെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുക? യെസ്, ആംപ്ലിഫയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി എമിറ്റർ ബേസ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർവേഡ് ബയാസ് കൊടുക്കാം. കളക്ടർ ബേസ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർവേഡ് ബയാസ് കൊടുക്കാം കേട്ടോ. ഇതും ഫോർവേഡ് ബയാസ് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീജിയൺ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷൻ രണ്ടും പോസിറ്റീവ്, രണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഫോർവേഡ് ബയാസ് കൊടുത്തു. സാച്ചുറേഷൻ റീജിയണിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏത് കേസസ്? സ്വിച്ചായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? യെസ്, രണ്ടും ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വിച്ചായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് ഓൺ സ്വിച്ച് നമുക്ക് പറയാം, ഓൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ സർക്യൂട്ടിലെ ട്രാൻസിസ്റ്റർ എപ്പോഴും ഓൺ ആയിട്ടാണ് ഉണ്ടാവുക. ഇനി രണ്ടും റിവേഴ്സ് ബയാസ് ആക്കി കഴിഞ്ഞാൽ, രണ്ടും റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞാൽ നമ്മളതിന് പറയുന്ന പേര് കട്ട് ഓഫ് റീജിയൻ എന്നാണ് കേട്ടോ. കട്ട് ഓഫ് റീജിയൻ അത് ഓഫ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഓഫ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് ബയാസ് ഇങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ. റിവേഴ്സ് ബയാസ് ആൻഡ് ഫോർവേഡ് ബയാസ് നമ്മൾ സാധാരണ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നോട്ട് യൂസ്ഡ്.
അതിന് ഇൻവേഴ്സ് ആക്റ്റീവ് എന്നൊക്കെ പറയും, പക്ഷേ നിങ്ങൾക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻവേഴ്സ് ആക്റ്റീവ് റീജിയൺ ഓഫ് ഓപ്പറേഷൻ ഒക്കെ പറയും, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്. സോ ഇത്രയും ചോദ്യങ്ങളോട് കൂടിയിട്ട് നമ്മൾ 8ാമത്തെ മൊഡ്യൂൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ 12 വീഡിയോകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. നിങ്ങൾക്കത് ഇഷ്ടമാവുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സോ നമ്മളത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇത് കംപ്ലീറ്റ് ചെയ്യുമോ അതോ ചുമ്മാ തുടങ്ങുന്നതാണോ എന്നൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വന്നാലും നമ്മളിത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി തരാറുണ്ട്. ഞാൻ പൊതുവേ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ കമൻസൊക്കെ ഒന്ന് നോക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏത് ചോദ്യം ഏത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ അതിന് റിപ്ലൈ തരാറുണ്ട്. ദെൻ അപ്രിസിയേഷൻ മെസ്സേജസ് ജസ്റ്റ് ഞാൻ വായിച്ചു പോയിട്ട് അതിനൊരു ലൈക്ക് അടിച്ച് പോകാറേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ അത് കൃത്യമായിട്ട് വായിക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ വായിക്കാറുണ്ട്. സോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമുക്കിനി ബാക്കിയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ബൈ.